കേരളത്തിൽ തുടർച്ചയായ ഭരണത്തിലൂടെ ആത്മവിശ്വാസം നേടിയ സിപിഎം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. അധികാരം സ്ഥിരമാണെന്ന ധാരണയും പ്രതിപക്ഷം ദുർബലമാണെന്ന വിലയിരുത്തലും രാഷ്ട്രീയമായി അപകടകരമായ ആത്മതൃപ്തിയിലേക്ക് പാർട്ടിയെ നയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമുയരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും കടബാധ്യത ഉയരുമ്പോഴും ക്ഷേമപദ്ധതികളുടെ വിതരണം താളം തെറ്റുമ്പോഴും ഭരണകൂടം വിജയകഥകൾ ആവർത്തിക്കുന്നതാണ് പൊതുജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ നിറഞ്ഞ ഭരണശൈലി, എന്നാൽ നടപ്പാക്കലിൽ പ്രതിസന്ധി, ഇതാണ് വിമർശകർ ഉയർത്തുന്ന പ്രധാന ആരോപണം. സിപിഎം നേതൃത്വം പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സംസ്ഥാന ധനതർക്കങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ വീഴ്ചകളും ഡൽഹിയിലേക്ക് തള്ളിവിടുന്നത് ഉത്തരവാദിത്വപരമായ ഭരണത്തിന് പകരമാകില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രീയത, ചെലവുകുറവ്, മുൻഗണനകളുടെ വ്യക്തത, ഇവയിൽ ഭരണകൂടം കൂടുതൽ തുറന്ന നിലപാട് സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. അതേസമയം രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾ ആവശ്യമാണ്. വിമർശനങ്ങളെ ശത്രുതയായി കാണുന്ന സമീപനം ജനാധിപത്യത്തിന്റെ ആത്മാവിനോട് പൊരുത്തപ്പെടുന്നതല്ല. ഭരണവിരുദ്ധ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ദീർഘകാലത്തിൽ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായിരിക്കാം. സിപിഎമ്മിന്റെ ശക്തി ഒരിക്കൽ സംഘടനാ ശാസ്ത്രീയതയിലും ഗ്രാസ്റൂട്ട് ബന്ധങ്ങളിലുമായിരുന്നു. എന്നാൽ ഇന്ന് പാർട്ടി കൂടുതൽ അധികാര കേന്ദ്രീതമായ ഒരു യന്ത്രമായി മാറിയെന്ന വിമർശനവും ഉയരുന്നു. യുവജനങ്ങളുടെ തൊഴിൽ പ്രതീക്ഷകൾ, മധ്യവർഗത്തിന്റെ സാമ്പത്തിക ആശങ്കകൾ, കാർഷിക മേഖലയുടെ തളർച്ച, ഇവയ്ക്ക് വ്യക്തമായ മറുപടി നൽകാതെ രാഷ്ട്രീയ പ്രചാരണങ്ങളിലൂടെ മാത്രം മുന്നേറാൻ ശ്രമിക്കുന്നത് മതിയാകുമോ? മൂന്നാം തുടർച്ചയായ ഭരണത്തെ ലക്ഷ്യമിടുന്ന സിപിഎം ആദ്യം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വികസനത്തിന്റെ കണക്കുകൾ മാത്രം മതിയാകില്ല. ജനങ്ങളുടെ ജീവിതാനുഭവമാണ് അവസാന വിധി എഴുതുന്നത്. അധികാരം ജനങ്ങൾ നൽകിയതാണ്. അതിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കോട്ടകളും ദുർബലമാകാം. സിപിഎമ്മിന് മുന്നിലുള്ള യഥാർത്ഥ പരീക്ഷണം അതാണ്.